ഹായ് ഹലോ, ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ചെമ്മീൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു നാടൻ ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കാവുന്നതാണ്. ഇതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഇത്രയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടില്ല. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇനി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനിതിനായിട്ട് ഒരു ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതാ നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മസാലയൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് തന്നെ ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നാരങ്ങയുടെ നീരുണ്ടെങ്കിൽ അത് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ സുർക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, വിനീഗർ. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ ഇതിലേക്ക് നന്നായി യോജിച്ച് വരാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ കുറവുണ്ടെങ്കിൽ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കറിവേപ്പിലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പിലൊക്കെ ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇനി ഞാനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതിനായിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പാന് ചൂടായി വന്നതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ചെമ്മീൻ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷമേ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ചട്ടിയിൽ നിന്നാണ്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ ഓയിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിലുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ എല്ലാ ചെമ്മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടാവുകൊണ്ട് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കരിയാതെ വേണം കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കാൻ. ഇടയ്ക്കൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടും വേവിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഇങ്ങനെ നല്ല അത്യാവശ്യം വേവുണ്ട് കേട്ടോ ചെമ്മീൻ. ഇനി ഒരു ഭാഗം നന്നായി വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് തന്നെ എല്ലാം നന്നായി വെന്ത് വന്നതിന് ശേഷം അതൊന്ന് എടുത്തിട്ട് രണ്ടാമത്തെ ബാച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതും അതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ എണ്ണ കുടിക്കും. നമ്മുടെ വളരെ ടേസ്റ്റി ഈസി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്